ട്രംപിന്റെ പദ്ധതി അനുസരിച്ച് ഗസയിലെ മുഴുവൻ മനുഷ്യരെയും മാറ്റിപ്പാർപ്പിക്കണം. 1.8 മില്യൺ എന്നാണ് ഇപ്പോൾ പറയുന്നത്, അതായത് 18 ലക്ഷം. എന്തായാലും ട്രംപ് പറയുന്നു ഗാസയിലെ മനുഷ്യരെ ജോർദാനിലേക്കോ ഈജിപ്തിലേക്കോ മാറ്റും. ഇനി അതല്ല, മറ്റ് അറബ് രാജ്യങ്ങൾ, അത് സൗദി അറേബ്യ ആവാം, UAE ആവാം, ഖത്തർ ആവാം, ബഹ്റിൻ ആവാം, ഇനി അതൊന്നുമല്ലെങ്കിൽ ഏഷ്യൻ രാജ്യമായി ഇന്തോനേഷ്യ ആവാം, ഇത്തരം രാജ്യങ്ങളിലേക്ക് ഇവരെ മാറ്റിപ്പാർപ്പിക്കും. ആരെയാണ്? ഗസയിലെ മനുഷ്യരെ. അപ്പോൾ ചോദ്യമുണ്ടാവും, ഹമാസ് അടക്കം, ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അടക്കം അവിടെ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനകളുടെ ആളുകളുടെ കാര്യമോ എന്ന്. അത് തന്നെയാണ് ഇവരുടെ ആദ്യത്തെ ടാർഗറ്റ്. ഈ പറയുന്ന സ്ഥലം മാറ്റത്തിന് വിധേയമാകാതെ നിൽക്കുന്നവർ, അതിനെ ചെറുത്തു തോൽപ്പിക്കുന്നവർ, അവർ അവിടെ തുടരട്ടെ, ഞങ്ങൾ അവരെ നിലംപരിശാക്കിക്കൊള്ളാം. ഇതാണ് നിലപാട്. അങ്ങനെ ഗസയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കുന്നു, അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നു, അവർക്ക് താമസിക്കാൻ വീട് കൊടുക്കുന്നു, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം ചെയ്യുന്നു താൽക്കാലികമായി. എന്നിട്ട് ഗസയിൽ എന്തെങ്കിലും ബാക്കി അവശേഷിക്കുന്നുണ്ടെങ്കിൽ അത് ഇടിച്ചു നിരപ്പാക്കും. നമുക്കറിയാം ഗസയിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ നിർമ്മാണങ്ങളും, എല്ലാ കെട്ടിടങ്ങളും തകർന്നിരിക്കുന്നു. അതിന്റെ ഭയാനകമായ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ബാക്കി കൂടി തകർത്ത് പൂർണ്ണമായും ഗസയെ പുനർനിർമ്മാണത്തിന് പ്രാപ്തമാക്കുന്നു. അവിടെ ഗൗരവമേറിയ ഒരു ലക്ഷ്യം അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുണ്ട്. ഗസയിൽ ഹമാസ് ഭീകരരും ഫലസ്തീൻ ഇസ്ലാമിക് ജിഹാദികളും ഒക്കെ പാർക്കുന്നത് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തിയ ഫണ്ട് കൊണ്ട് നിർമ്മിച്ച ടണലുകളിലാണ്. ഈ ടണലുകൾ തകർക്കാൻ ഇസ്രായേലിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഈ ടണലുകളിലാണ് ഭീകരർ അഭയം പ്രാപിക്കുന്നത്. ആ ടണലുകളെല്ലാം തകർത്ത് അവയെല്ലാം നിരപ്പാക്കി ഹമാസിന്റെ അടിവേര് മാന്തുകയാണ് പ്രാഥമിക ലക്ഷ്യം.